ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു ചോദ്യോത്തര രീതിയിലാണ് ഈ പഠനത്തിലൂടെ കടന്നു പോകുന്നത്. എന്നോടൊപ്പം ചേരുന്നത് പാസ്റ്റർ വർഗീസ് ജോർജ്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. പാസ്റ്റർ ചേയ്സമത്ത് നമ്മൾ വീണ്ടും ഒരു ഡിസ്കഷൻ സെഷനിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുകയുണ്ടായി. ഇന്ന് ഒരു ചോദ്യോത്തര പരിപാടിയായിട്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ചില ചോദ്യങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചതും ഇപ്പോഴുള്ള ദൈവസഭകളിൽ ഫേസ് ചെയ്യുന്നതുമായ ചില ചോദ്യങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യമായിട്ട് പക്ഷേ നമ്മുടെ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ ദൈവസഭകൾക്ക് കർത്താവ് ദാനമായി നൽകിയിരിക്കുന്നതാണ്. എന്നാൽ അത് മിക്കവാറും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവദാസൻ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ഒരു ദൈവസഭ എങ്ങനെയാണത് പ്രാവർത്തികമാക്കി? അതായത് കൃപാവരങ്ങൾ ദൈവം നൽകുന്നത് എങ്ങനെയാണെന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം കൃപാവരങ്ങൾ നൽകുന്നതിന് വേണ്ടി അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു നമുക്ക് എങ്ങനെയാണ് ഈ കൃപാവരങ്ങൾ ഈ സഭയ്ക്ക് നൽകിയത്, എന്തടിസ്ഥാനത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി കഷ്ടത അനുഭവിച്ച് ഉയരത്തിലുള്ളവൻ സകലത്തെയും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് കർത്താവ് വീണ്ടും കടന്നു ചെന്നു. അപ്പോൾ വളരെ അധ്വാനിച്ച് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവൻ കണ്ടാൽ ആളല്ലെന്ന് തോന്നുന്നു മാറി വിരൂപമാക്കപ്പെട്ടു എന്നും നമുക്ക് പകരം മരിച്ചു എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ പറയുകയാണ് അവൻ്റെ മരണത്തിൽ അവൻ ധനികരോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരണം വലിയ റിച്ചായിട്ടുള്ളൊരു ഡെത്തായിരുന്നു. അപ്പോൾ യേശുക്രിസ്തു മരിച്ച് പുനരുത്ഥാനം ചെയ്യുമ്പോൾ വളരെ അധികാരത്തോടുകൂടി സകലത്തെയും നിറയ്ക്കുവാൻ അധികാരമുള്ള ദൈവപുത്രനായിട്ടാണ് പുനരുത്ഥാനം ചെയ്യുന്നത്. എന്നിട്ടാണ് അവൻ ദാനങ്ങളെ നൽകുന്നത്. അതായത് ഈ ദാനങ്ങളെ നൽകുന്നത് അപ്പോൾ അതിനകത്ത് പറയുന്ന അതനുസരിച്ച് ചിലർ അപ്പോസ്തലന്മാരായും ചിലർ പ്രവാചകന്മാരായും അങ്ങനെ നിയമിക്കുകയാണ്. അപ്പോൾ നിയമിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന കർത്താവിൻ്റെ അധ്വാനമാണ്. അപ്പോൾ ബൈബിളിൽ പറയുന്നത് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു അപ്പോസ്തലൻ വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന കൃപ മുമ്പിരിക്കുന്ന മനുഷ്യർക്ക് അനുസരിച്ചല്ല, ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസരിച്ചാണ്. അപ്പോൾ അപ്പോസ്തലൻ ശുശ്രൂഷിക്കുമ്പോൾ ക്രിസ്തു അവിടുന്ന് ശുശ്രൂഷിക്കുന്നതിന് തുല്യമായ ദാനമാണ് നൽകിയിരിക്കുന്നത്. അതെ, കാരണം അത് കർത്താവിൻ്റെ ദാനമാണ്. ഇപ്പം ഒരു ഉപദേഷ്ടാവിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ദൈവം നൽകുന്ന ദാനം യേശു ക്രിസ്തു അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? ആ നിറമാണ്. ഇപ്പം എൻ്റെ വിശ്വാസക്കുറവുകൊണ്ടും ബലഹീനത കൊണ്ടും ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ ദാനത്തിനൊത്തവണ്ണം ശുശ്രൂഷിക്കാൻ എനിക്ക് കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ കൃപാവരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ അവയവവും ക്രിസ്തുവിനെ പോലെ. അപ്പോൾ ഓരോ കൃപകൾ, അപ്പോൾ ക്രിസ്തുവിൻ്റെ ഗുണങ്ങളുടെ ഓരോന്നിൽ പെർഫെക്ഷൻ ഓരോ അവയവങ്ങളിലൂടെ അത് മറ്റവയവങ്ങളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉപദേഷ്ടാവായ ഞാൻ ക്രിസ്തുവിൻ്റെ കൃപയുടെ നിറവിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ആ കർത്താവ് എന്തു പറയുമോ അത് ബാക്കിയുള്ളവർക്ക് ലഭിക്കുന്ന രീതിയിൽ. അതുപോലെ പ്രവാചകൻ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ. അതുപോലെ ഓരോ ശുശ്രൂഷകളും, ഇപ്പോൾ അതിഥി സൽക്കാരം കർത്താവ് അതെങ്ങനെ ചെയ്യുമായിരുന്നു? പത്രോസിൻ്റെ കാല് കഴുകി കർത്താവ് വീട്ടോട്ട് വിളിക്കുകയാണ്, എൻ്റെ നിത്യതയിൽ നീ പങ്കാളിയാകാൻ പറഞ്ഞു. അപ്പോൾ അത് ഒരു ഭയങ്കര, കാരണം കർത്താവ് കാല് കഴുകുമ്പം പത്രോസ് പറയുന്നുണ്ട് അയ്യോ നീ ചെയ്യരുത്. അപ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ നിൻ്റെ കാല് കഴിയില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ ഓഹരിയില്ലെന്ന്. അതെ. അപ്പോൾ കർത്താവ് എന്താ അത് പറഞ്ഞതിന് അർത്ഥം? യഹൂദന്മാരുടെ കാലത്ത് അവരൊരു ദൂരദേശത്ത് നടന്നു വരുമ്പോൾ ഇവർ നമ്മൾ കാല് കഴിയാണ് വീടിനകത്തേക്ക് കയറുന്നത്. അപ്പം യജമാനാണ് ഇറങ്ങി വന്ന് കാല് കഴുകുന്നതെങ്കിൽ അത് വലിയ വിശിഷ്ടാതിയാണെന്ന് അർത്ഥം. അതെ. അല്ലെങ്കിൽ അടിമകളെ സെർവൻസൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ യേശു കർത്താവ് പത്രോസിൻ്റെ കാല് കഴുകുമ്പോൾ പറയുന്നത് ഞാൻ ദാസനായി നിന്നെ വിളിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഓഹരിക്കാരനായിട്ട് നിന്നെ വിളിക്കുകയാണ്. അപ്പം അതാണ് അതിഥി സൽക്കാരത്തിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും ക്രിസ്തുവിൻ്റെ ദാനത്തിനൊത്തവണ്ണമുള്ളൊരു കൃപയാണ് ഈ കൃപാവരങ്ങളിലൂടെ നൽകപ്പെടുന്നത്. അപ്പോൾ സുവിശേഷകനായാലും ഉപദേഷ്ടാവായാലും ആ ആളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പൊട്ടൻഷ്യലാണ്. പക്ഷെ അത്രയും നമ്മുടെ ബലഹീനതകൾ കാരണം അത്ര എത്തുന്നില്ലെന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന കൃപാവരങ്ങളല്ല, മാനിപ്പുലേഷൻസാണ്. അതായത് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു പ്രവാചകൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ ഗ്ലോറി മാത്രമേ ഉള്ളൂ. മനുഷ്യരെന്ത് ചിന്തിക്കുന്നു, അവർക്കെന്ത് വേണം, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും അല്ല അവർ അഡ്രസ്സ് ചെയ്യുന്നത്. അവർക്ക് പല പ്രശ്നങ്ങളാണ്, ദൈവം നോക്കിയുള്ളൂ. പക്ഷേ ഞാൻ അവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, ഹൂ ഈസ് ഗോഡ് എന്ന് പറയാൻ വേണ്ടിയാണ്.
അപ്പോൾ കൃപാവരങ്ങൾ നൽകപ്പെടുന്നത് മനുഷ്യരുടെ പക്ഷത്തു നിന്ന് ശുശ്രൂഷിക്കാനല്ല, ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ശുശ്രൂഷിക്കാനാണ്. അത് ഇടയ ശുശ്രൂഷകരമായാലും യേശുക്രിസ്തു ഒരു ഇടയനായിരുന്നെങ്കിൽ എന്തിലേക്ക് നമ്മളെ നയിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് യേശുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്യാത്ത ഒരു കൃപാവരവും ഒരു സ്പിരിറ്റും. ഇപ്പോൾ 1 കൊരിന്ത്യർ ലേഖനത്തിലാണ് നമ്മൾ കൃപാവരങ്ങളെക്കുറിച്ച് കാണുന്നത് കൂടുതൽ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ അത് തുടങ്ങുന്നത് തന്നെ, ഈ കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ കർത്താവെന്ന് കൺഫസ് ചെയ്യാത്ത ഒരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാൻ ആത്മാവിലല്ലാതെ കഴിയുകയുമില്ല എന്ന് പറഞ്ഞിട്ടാണത്. ഈ കൺഫെഷൻ എന്നവിടെ ഉദ്ദേശിക്കുന്നത് യേശു കർത്താവെന്ന് ഒരാൾക്ക് അറിയില്ലല്ലോ. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മാവാണ് കൺഫസ് ചെയ്യേണ്ടത്, നമ്മളല്ല. ഇപ്പം നമ്മൾ കൺഫസ് ചെയ്ത ബുദ്ധി കൊണ്ട് നമുക്ക് കൺഫസ് ചെയ്യാൻ പറ്റും. അതെ. പക്ഷേ ആത്മാവ് കൺഫസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ പ്രൊഫസൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒത്തിരി പ്രോഫറ്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർ സാധാരണഗതിയിൽ ബുദ്ധി കൊണ്ട് പ്രസംഗിക്കുന്നു, അതോടൊപ്പം ആത്മാവിൽ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ പ്രവചിക്കുന്നത്. അപ്പോൾ ആത്മാവിൽ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവരെന്തിനെ വെളിപ്പെടുത്തുന്നത്? ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുന്നേ ഇല്ല. അവർ കൺഫസ് ചെയ്യുന്നത് മഞ്ഞ് മൂടിയ ദേശം, അല്ലെ മഞ്ഞിറങ്ങുന്ന ദേശം, ഉയരത്തിലൂടെയുള്ള യാത്ര, സമ്പത്ത്. കൃപാവരങ്ങളുടെ ശുശ്രൂഷയിലൂടെ ആ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിന്റെ നാമം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കൺഫെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആത്മാവ് കൺഫസ് ചെയ്യണം. അതെ, എന്നെ നയിക്കുന്ന ആത്മാവിലായിരിക്കുമ്പോൾ, ഞാൻ ആത്മാവിലാകുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ കൺഫസ് ചെയ്യണം, ആത്മാവ് കൺഫസ് ചെയ്യണം. ഇപ്പം ഒരു ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരാൾ ആത്മാവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാം. അതെ, അതിനാണ് ആത്മാവ് കൺഫസ് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് ബുദ്ധി കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പെന്തക്കോസ്റ്റിൽ തന്നെ ഒരു വലിയൊരു അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷൻ ഒരു എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞാണ്, ചേസ് ബ്രദറിൽ നിന്നും പ്രസംഗത്തിന് വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാധന വെളിപ്പെടില്ല. അപ്പം ഞാനത് മനസ്സിലാക്കുന്ന വെച്ചാൽ ക്രിസ്തുവിൻ്റെ വചനം ക്രിസ്തുവിനെ കൺഫസ് ചെയ്യുമ്പോൾ ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ബലഹീനമാകുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ തുള്ളിച്ചാടുന്ന അനേക ആൾക്കാർക്കും പിന്നെ തുള്ളിച്ചാടാൻ തോന്നുന്നില്ല. ബിക്കോസ് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൃപാവരങ്ങളാലല്ല മനുഷ്യർ നടത്തപ്പെടുന്നത്, ഒരു വിഭ്രാന്തിയിലാണ്, മെക്കാനിക്കൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ട്രാൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് യേശുക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്തതുകൊണ്ട് ഇത് കൃപാവരം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്തത്. ഇപ്പം സഭകളിൽ നിന്ന് പോലും ക്രിസ്തു എന്ന നാമം അപ്രത്യക്ഷമായിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പെന്തക്കോസ്ത് സഭ നേരിടുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് കൃപാവരങ്ങൾ ഇല്ലെന്നുള്ളതാണ്. യഥാർത്ഥ കൃപാവരങ്ങൾ, ആത്മാവിൻ്റെ കൃപാവരം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ കാണുന്നേ ഇല്ല. അപ്പോൾ അതാണ് ശരിക്കുള്ള ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യേശുക്രിസ്തുവിൻ്റെ കൃപാവരങ്ങളാണെങ്കിൽ അവരെപ്പോഴും ദൈവരാജ്യത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ദൈവം രാജാവായിരിക്കുന്ന ഇടുക്ക് വഴിയിലൂടെ, ക്രിസ്തു നടക്കുന്ന വഴിയിലൂടെ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഒരു അന്യ വഴിയിലൂടെ, നാശത്തിലേക്ക് പോകുന്ന ഒരു വിശാലമായ വഴിയിലേക്ക് ഒരിക്കലും അവർ കാണിച്ചു കൊടുക്കില്ല. മാത്രമല്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഇവിടെ വളരെ വ്യക്തമാണ് ഈ 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷ നൽകുക മാത്രമല്ല അതിൻ്റെ പർപ്പസോട് വ്യക്തമായിട്ട് പറയുന്നു. ക്രിസ്തു ഈ ഒരു പർപ്പസ് പോലും നിവർത്തിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസിലൊന്നാണ് ഈ ഇമിഗ്രേഷൻ. ഇവിടെ യൗവനക്കാരുമില്ല. ഇനി ഉള്ളവർ തന്നെ ചാടാൻ ശ്രമിച്ചിട്ട് ചാടാൻ പോകാൻ പറ്റാത്തവരാണ്, അല്ലെങ്കിൽ കാത്തിരിക്കുന്നവരാണ്. ഇപ്പം ഒത്തിരി ആൾക്കാരും കാനഡയിലോ, ഇപ്പം കാനഡയിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് UK-യിലോ അവിടെ ഇവിടെയൊക്കെ പോകാം. അതാണ് വിടുതലെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്താ ആഗ്രഹിക്കുന്നത്? കേരളം ഇങ്ങനെ ശൂന്യമായി, ഒരു വിശ്വാസവുമില്ലാതെ പിള്ളേരെല്ലാം നാട് വിട്ടു പോയിട്ട് ഈ കൾച്ചർ തന്നെ ഉപേക്ഷിച്ച്, കേരളം തന്നെ ഉപേക്ഷിച്ച് പോകണമെന്നാണോ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്? അതും ഈ സമ്പന്ന രാജ്യങ്ങളിലേക്ക് പോകണം, അവിടെ സെറ്റിലാവണം, ഇങ്ങനെ കർത്താവ് ചിന്തിക്കുമോ? അപ്പോൾ ശരിക്കും കേരളത്തിൻ്റെ യുവത തന്നെ ക്രൈസിസിലാവുകയും ഭാവി തലമുറ ഇവിടെ ഇല്ലാതാവുകയും ഒരു ക്രിസ്ത്യാനി, ഒരു ശുശ്രൂഷകൻ, ഒരു മിഷണറിയെ പോലും കിട്ടാത്തൊരു കാലഘട്ടത്തിലേക്ക് കേരളം പോകാൻ വേണ്ടിയാണോ ആ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഒരു വ്യക്തിയുടെ കുടുംബത്തിലെ ആവശ്യം നോക്കുമ്പോൾ ശരിയായിരിക്കും, അവർ സമ്പത്ത് വേണം, അതിനുവേണ്ടി ഒരാൾ വെളിയിൽ പോകുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ആത്മാവ് ശുശ്രൂഷിക്കുന്നത്. അതായത് ദൈവത്തിന് വേണ്ടിയല്ല, ഈ മനുഷ്യരുടെ പ്രാഥമികമായ എക്സിസ്റ്റൻഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവത്തിൻ്റെ കൃപാവരങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവിടെയുള്ള പിള്ളേരെല്ലാം. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു സഹോദരി, എൻ്റെ ബന്ധത്തിലുള്ള ഒരാളാണ്. അവരോട് ഒരു പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ 2 മക്കളും വിദേശത്ത് പഠിക്കാം. അപ്പോൾ അതുവരെ അവർക്ക് അങ്ങനെ പദ്ധതിയില്ല. ഇത് കേട്ട ഉടനെ ദൈവഹിതം വന്നു, ഇവർ പാവങ്ങൾ തെറ്റിദ്ധരിച്ച് ആ പിള്ളേരെ വിദേശത്ത് വിട്ടു. കാരണം അത് അവരുടെ, അപ്പം മറ്റേ പറയുമ്പോൾ പ്രവചനം ശരിയാവുകയും ചെയ്തു. അതെ, പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ പറയാറുണ്ടല്ലോ, ബോൾ നിങ്ങളുടെ കോർട്ടില്ല, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങളുടെ ആക്ഷൻ അനുസരിച്ച് മാത്രമേ അത് പ്രാവർത്തികമാകുന്നുള്ളൂ. പ്രാവർത്തികമായില്ലെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവാണ്. ഇപ്പോൾ ബുദ്ധിയുള്ളൊരു കുട്ടിയോട് ഒരു പ്രവാചകൻ വന്നു, എന്നെ ഒരു പോലീസിലായിട്ടാണ് എടുത്തിരിക്കുന്നത്, ദൈവാത്മാവ് കാണിക്കുന്നത്. അവൻ നാളെ പോയി പോലീസ് ടെസ്റ്റ് എഴുതും, പാസ്സാവും.
നാളെ വേറൊരുത്തരോട് പറഞ്ഞില്ലെങ്കിൽ അവൻ അതിനുവേണ്ടി പരിശ്രമിക്കും. അപ്പം ഇതൊരു ഭയങ്കരമായ സർക്കുലർ ലോജിക്ക് എന്ന് പറയും. ഈ ലോജിക്ക് എന്നോട് വർക്ക് ചെയ്തു. പക്ഷെ അവിടെ ചിലർ അതിനകത്ത് ന്യായം പറയുന്നത് ദൈവം പരമാധികാരിയാണെന്ന് നിങ്ങൾ പറയുന്നല്ലോ, അപ്പോൾ ഈ കാര്യം അവൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കണമെങ്കിൽ ദൈവം കൂടി അനുവദിക്കാതെ സാധിക്കുമോ? അപ്പോൾ അതൊരു ദൈവാലോചനയല്ലേ? ഇതിനകത്ത് ദൈവം പ്രവർത്തിക്കുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിലാണ്. നമുക്ക് ദൈവത്തിൻ്റെ വഴികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ മനുഷ്യൻ്റെ മ്ലേച്ഛതകളെയും മനുഷ്യൻ്റെ സ്വാർത്ഥതകളെയും ദുരാഗ്രഹങ്ങളെയും എല്ലാം ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്നത് വിശുദ്ധന്മാരുടെ കാര്യമല്ല. ഇപ്പം ദ്രവ്യാഗ്രഹികളായ കുറേ ആൾക്കാർ, അപ്പോൾ ദൈവം ദ്രവ്യാഗ്രഹികളായ ആൾക്കാരെ ഉപയോഗിച്ച് അവൻ്റെ നീതിമാന്മാരെ വിശദീകരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ കൃത്യമായിട്ട്, ഇപ്പം നിങ്ങൾ അതിന് പൈസ അടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ ഞാൻ തട്ടിക്കൊണ്ട് പോവാം. അപ്പോൾ എൻ്റെ ഉള്ളിൽ അയ്യോ പൈസ പോയല്ലോ എന്നൊരു വേദന ഉണ്ടാകും. പിന്നെ കർത്താവ് എന്നെ ബോധ്യപ്പെടുന്നു, സാരമില്ല മോനെ, പൈസയൊന്നും അല്ല കാര്യം. അപ്പോൾ എന്നെ ആ തലത്തിലോട്ട് എത്തിക്കാൻ ആ കള്ളൻ അവിടെ ആവശ്യമല്ല. സാത്താൻ എന്തുമാത്രം നമുക്ക് ഇൻഡയറക്റ്റായിട്ട് പ്രയോജനപ്പെടുന്നുണ്ട്. അതെ, ദൈവം സാത്താനെ തൻ്റെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ സാധനം, ഈ മ്ലേച്ഛതകളെ മറ്റു ലോകത്ത് കാണുമ്പോൾ നമ്മുടെ വിശദീകരണത്തിനായിട്ട് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഒരു തരത്തിൽ കള്ളന്മാരും വഞ്ചകരുമായ ആൾക്കാർ. പോൾ വാഷർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിചാരിക്കരുത് ഇവരെല്ലാം വഞ്ചിക്കപ്പെട്ടു. അങ്ങനെയല്ല. സ്റ്റേജിൽ നിൽക്കുന്നവനും മുമ്പിലിരിക്കുന്നവർക്കും വേണ്ടത് ക്രിസ്തുവിനെ അല്ല, ദൈവത്തെ അല്ല. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു ജനത്തിന്, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ജനത്തിന് ദൈവം നൽകുന്ന ഒരു ശിക്ഷാവിധിയാണ് പോഷ്ക്ക് പ്രസംഗിക്കുന്ന പ്രവാചകന്മാർ. അപ്പോൾ ദൈവം ഒരു ശിക്ഷാവിധി ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കാത്ത, സ്വന്തം കാര്യം അന്വേഷിക്കുന്ന ജനത്തോട്. അപ്പം ഇതൊരു മെക്കാനിക്കൽ വേൾഡായിട്ട് നമ്മൾ കാണരുത്, ഡൈനാമിക്കായിട്ടാണ് ഞങ്ങളുടെ ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ നമ്മുടെ പ്രവൃത്തികൾക്ക് റെസ്പോൺസിബിളാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ അതൊരു ഡൈനാമിക് പദ്ധതിയാണ്. നമ്മളൊരിക്കലും അത് ദൈവം അങ്ങനെ ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ എന്തായിരിക്കുന്നു എന്ന് ചോദിക്കാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ നിർബന്ധിക്കുന്നത്. മുമ്പേ പറഞ്ഞൊരു അനാലജി, അത് അനാലജി അല്ല, കർത്താവ് അത് ചെയ്തതാണ്. അതായത് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അരയ്ക്ക് തോർഗ് ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴുകി. ഒരു കൃപാവന ശുശ്രൂഷ ചെയ്യുന്നവർ, കൃപാവനങ്ങളെന്ന് പറഞ്ഞാൽ ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ആ ഒരു മനോഭാവമല്ലേ തീർച്ചയായിട്ടും കാണിക്കും. തീർച്ചയായിട്ടും. അതല്ലാതെ ഒരു ശുശ്രൂഷയ്ക്കൊരു അധികാരമുണ്ട് എന്നുള്ള സത്യമാണെങ്കിലും അത് ജനത്തിൻ്റെ മേൽ സ്വന്തം രീതിയിലുള്ള അധികാരമല്ലല്ലോ, ദൈവവചനത്തിൻ്റെ അനുസൃതമായിട്ടുള്ള ശുശ്രൂഷയുടെ അധികാരം. തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊഫറ്റിക് ആയിട്ടുള്ളൊരു ദൂത് ഒരാൾ പറയുകയാണ്. അപ്പോൾ ആ ദൂതിനൊരു അധികാരമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഈ മനുഷ്യൻ സാധാരണ മനുഷ്യനാണ്. കാരണം എന്താണ്? ദൈവം ദുർബലരെയും അബലരായവരെയും ബലഹീനരെ ഉപയോഗിക്കുന്നൊരു ദൈവമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ദുർബലനായ മനുഷ്യനാണെന്നും അബലനായ മനുഷ്യനാണെന്നും ബലഹീനനാണെന്നും ഞാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊരാളുടെ പെരുമാറുമ്പം ഞാനൊരു ബലഹീനനെ പോലെ പെരുമാറാവും. അങ്ങനെയാണ് ഞാൻ, അത് റിയൽ അതാണ്. പക്ഷെ അതോറിറ്റി എവിടെ നിന്ന് വരുന്നതാണ്? അതോറിറ്റി ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിൻ്റെ അതോറിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദാനത്തിനൊത്തോണ്ടുള്ള ശുശ്രൂഷയിലാണ്. പക്ഷെ അത് എൻ്റെ അധികാരമല്ല, എനിക്കങ്ങനെ ഒരു അധികാരമില്ല. കാരണം ഞാൻ ദാസനെ പോലെ തന്നെയാണ്, കർത്താവ് ദാസനെ പോലെ തന്നെയാണ് ശുശ്രൂഷിച്ചത്. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് വചനത്തിന് അധികാരമുണ്ടെങ്കിലും നമുക്കതിനകത്ത് അതിൻ്റേതായ ഒരു അധികാരം നമുക്കില്ല. വ്യക്തിപരമായ ഒരു അധികാരം ജനത്തിൻ്റെ ആരുടെ മേലെ അത് എക്സസൈസ് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നുമില്ല. കാരണം കർത്താവ് എടുത്തു പറയുന്നുണ്ട്, ജാതികളുടെ ഇടയിൽ കർത്തൃത്വം നടത്തുന്ന ആൾക്കാരുണ്ട്, നിങ്ങളങ്ങനെ ആകരുത്. കൃത്യമായിട്ട് എഴുതും, നിങ്ങളും അങ്ങനെ ആകരുതെന്നാണ് പറഞ്ഞത്. ജാതികളുടെ നേതാക്കന്മാർ അവരുടെ മേൽ കർത്തൃത്വം നടത്തും, ലോഡ്ഷിപ്പ്. പക്ഷെ നിങ്ങളങ്ങനെ ഒരിക്കലും ആകരുതെന്ന് പറയും. അതായത് ഈ സഭകളിലെ ശുശ്രൂഷകർ എന്ന് പറയുമ്പോൾ ശുശ്രൂഷകൾ കൊണ്ട് മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സ്റ്റാറ്റസ് ഒന്ന് തന്നെയാണ്. അതിനകത്ത് അവിടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറലി ഉള്ള വ്യത്യാസങ്ങളില്ല. ശരിക്കും സ്ട്രക്ചർ തന്നെ പ്രശ്നമാണ്. എവിടെ സ്ട്രക്ചർ ഉണ്ടെങ്കിലും പ്രശ്നമാണ്. ഓരോ ലോക്കൽ സഭകൾ മാത്രമേ ഉള്ളൂ. ആ ലോക്കൽ സഭകളുടെ തമ്മിൽ കൂട്ടായ്മ, ഇപ്പം കൊരിന്തിലെ സഭ, റോമയിലെ സഭ, ഈ സഭകൾക്ക് തമ്മിലൊരു കൂട്ടായ്മ ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം കൂടെ ചേർന്നൊരു സെക്രട്ടറി ഇല്ല. മനസ്സിലായോ? കാരണം പക്ഷെ അതൊരു കൂട്ടായ്മയിൽ അന്ന് അപ്പോസ്തലന്മാരുണ്ടായിരുന്നുണ്ട്. അപ്പോസ്തലന്മാർ ഇവിടെ എല്ലാം കയറി പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ അപ്പോസ്തലന്മാർ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ചില സഭകൾ ഔട്ട്റൈറ്റ്ലി റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ അങ്ങനൊരു എക്ലിസിയാസ്റ്റിക്കൽ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ഇന്നത്തെ പോപ്പിനെ പോലെയോ അല്ലെങ്കിൽ ഇന്നത്തെ സൂപ്രണ്ടുമാരെ പോലെയോ പ്രസിഡന്റുമാരെ പോലെയോ ഒരു എക്ലിസിയാസ്റ്റിക്കൽ അധികാരം അപ്പോസ്തലന്മാർ പ്രയോഗിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കാനാണ് പറയുന്നത്. അതായത് അവർ സ്വീകരിച്ചാലേ അധികാരമുള്ളൂ. ഇപ്പം കൊരിന്ത് സഭ പൗലോസിനെ സ്വീകരിച്ചാൽ മാത്രമേ പൗലോസിന് അധികാരമുള്ളൂ. കൊരിന്ത് സഭ പറയണം പൗലോസ് ഇവിടെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ പൗലോസിന് അധികാരമില്ല. അപ്പം ഒത്തിരി ആൾക്കാർ പൗലോസിനെ വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ സഭയിൽ
അധികാരം എന്ന് പറയുന്നത് സഭയ്ക്കാണ്. ഇപ്പോൾ ലോക്കൽ സഭയിൽ ശുശ്രൂഷിക്കുന്നവരാണ് ബാക്കിയുള്ളവരെല്ലാം. അപ്പോൾ വെളിയിൽ നിന്ന് വന്ന ഒരാൾ ശുശ്രൂഷിക്കണമെങ്കിൽ ആ സഭ പറഞ്ഞിട്ടാണ്. അപ്പോൾ പൗലോസ് തന്നെ പലയിടത്തും എൻട്രി ഇല്ല. പൗലോസ് ആ എൻട്രി കിട്ടുന്നില്ല. കാരണം അത് പലയിടത്തും എൻട്രി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അധികാരം ഉണ്ട്, ഞാനങ്ങ് വരുമെന്ന് പറഞ്ഞാൽ പോരെ. ആ അധികാരം പ്രയോഗിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷൻ രീതിയിലല്ല അവർ വർക്ക് ചെയ്തെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട. അപ്പോൾ ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സഭ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ദൈവം കൃപാവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ എക്സസൈസ് ചെയ്യുവാൻ തക്കൊണ്ടുള്ള സ്വാതന്ത്ര്യം ആ സഭയിലുള്ളവർക്കുണ്ട്. പക്ഷെ ഇന്ന് കാണുന്നത് 1-2 കൃപാവരങ്ങൾ മാത്രമാണ്. അന്യഭാഷ മാത്രം. അല്ലെങ്കിൽ മെയിനായിട്ട് ഈ ശുശ്രൂഷകൾ ഒന്ന് മാത്രമായിരിക്കും. ഒന്നിലൊരു ഉപദേഷ്ടാവ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഈ പരിപാലനപരം ഉള്ള വ്യക്തി മാത്രമായിരിക്കും അവിടെ ശുശ്രൂഷകൾ നടത്തുന്നത്. ബാക്കി എല്ലാ ശുശ്രൂഷകളും അല്ലെങ്കിൽ കൃപാവരങ്ങളും അവിടെ സപ്രസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഉള്ള ഓരോ വ്യക്തിക്കും ഒരു ശുശ്രൂഷ ഉണ്ടാവും. അതൊന്നും ആരും അറിയുന്നില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇതിനോട് ചേർത്ത് ഈ സഭയുടെ അധികാരം ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. ഇന്ന് പലതും നമ്മൾ സംഘടനകളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ സഭകളും. അപ്പോൾ അതിനൊരു പ്രസിഡൻറ്റും സെക്രട്ടറിയും തിരഞ്ഞെടുക്കപ്പെട്ടൊരു ബോഡി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ഗവൺമെൻറ് മുമ്പിൽ അതൊരു റിക്വയർമെൻറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ഗവൺമെൻറ്റും സഭയും തമ്മിലുള്ള ലിങ്കാണ്. അതായത് സഭ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, ഗവൺമെൻറ് റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവർ ഡീക്കൻസ് ആണ്. ഡീക്കൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഹാൻഡിൽ ചെയ്യുന്നവർ, അതായത് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്നവർ, സഭയുടെ പെരിഫറൽ കാര്യങ്ങൾ, സ്ട്രക്ചറൽ കാര്യങ്ങൾ നോക്കുന്നവർ. അവരൊരിക്കലും ആത്മീക ശുശ്രൂഷകരല്ല. ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്ന ഉപദേഷ്ടാവോ ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്ന സുവിശേഷകനോ ഇടയനോ ഒന്നും അല്ല. അവർ ഡീക്കൻസ് ആണ്. അതായത് പത്രോസ് പറയുന്ന പോലെ ഞങ്ങൾ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നതുകൊണ്ട് ഈ തീറ്റ കാര്യങ്ങൾ, അത് ഫുഡ് കാര്യങ്ങൾ, ഉപജീവന കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിന് പറ്റിയ ഡീക്കന്മാരെ ഏൽപ്പിക്കുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇന്ന് ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ സഭകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ട് മാറി. അവരൊരു സൂപ്പർ ശുശ്രൂഷകരായി മാറുകയാണ്. ശുശ്രൂഷകളെ പോലെ നിയന്ത്രിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും ഗവൺമെൻറ്റുമായിട്ടുള്ള ലിങ്കായിട്ട് തയ്യാറുള്ള അതിനുള്ള എബിലിറ്റിയുള്ള ആത്മാവുള്ള സഹോദരന്മാർ, ഡീക്കന്മാരാണ് അവിടെ എത്തേണ്ടത്. അതായത് ഈ മാനേജ്മെൻറ്റ് പൊസിഷൻസിൽ എത്തേണ്ടത്. അവരൊരിക്കലും സഭയുടെ മേൽ കർത്തൃത്വം നടത്താനോ അധികാരം സ്ഥാപിക്കാനോ പാടില്ല. സഭയുടെ അധികാരം ലോക്കലി നിക്ഷിപ്തമായിരിക്കണം. അതാണ്. അപ്പോൾ ഇത് വേണ്ടെന്നല്ല, ചിലപ്പോൾ ഗവൺമെൻറ് റിക്വയർമെൻറ്റായിട്ട് വേണ്ടി വന്നാൽ നമ്മുടെ സഭയിൽ നിന്ന് കുറേ ആൾക്കാർ അതിനുവേണ്ടി നിയോഗിക്കുകയാണ്. നിങ്ങൾ ഗവൺമെൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്തോളൂ. ദാറ്റ് ഡസ് നോട്ട് ഗിവ് ദം എനി സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റി ഓർ സ്പെഷ്യൽ റൈറ്റ്സ് ഓർ പ്രിവിലേജ്. ശരിക്കും ഇന്ന് പാസ്റ്ററായിട്ടിരുന്നിട്ട്, ഇടയന്മാരായിരുന്നിട്ട്, ഉപദേഷ്ടാക്കന്മാരായിരുന്നിട്ട് അവരെ വലിയ കൂടുതൽ ശ്രേഷ്ഠമായ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകളെ വിട്ടിട്ട് ഇവർ ഡീക്കൻ എന്ന ഇതിലേക്ക് പോയി ആ മത്സരിച്ച് ജയിച്ച് അവിടെ ആ ഡീക്കൻ ആകുകയാണ്. ശരിക്കും അവർ വിചാരിക്കുന്ന അവർ ഈ പഴയ ഇടയനേക്കാളും വലിയ ഇടയനായെന്നാണ്. പക്ഷെ അത് സഭയ്ക്ക് വെളിയിലോട്ട് അവർ പോയി. കർത്താവിൻ്റെ ശരീരമാകുന്ന ലോക്കൽ അസംബ്ലിയുടെ വെളിയിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഡീപ്രമോഷനാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകളുടെ ഓർഡർ നോക്കുമ്പോൾ. അപ്പോൾ അതാ ലക്ഷ്യം അല്ലെങ്കിൽ ഫോക്കസ് ക്രിസ്തുവിൽ നിന്ന് തെറ്റിയപ്പോൾ ശുശ്രൂഷകളിൽ നിന്ന് മാത്രമല്ല അവരുടെ പ്രായോഗിക ജീവിതത്തിലും ആ നിലവാരത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെ ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷ നൽകിയതിൻ്റെയും പർപ്പസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാനത് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. ഇതെല്ലാം നമ്മൾ സമ്മറൈസ് ചെയ്ത് നോക്കുമ്പം എനിക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ പർപ്പസ്, അതായത് ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷകളുടെ കൂടെയും ദൈവസഭയിലേക്ക് കർത്താവ് ആഡ് ചെയ്യുന്ന ജനത്തെ ക്രിസ്തുവിനോടൊരു അനുഭവത്തിലേക്ക് വളർത്തുക. അത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ പ്രവാചകന്റെ ശുശ്രൂഷയാണെങ്കിലും ഉപദേഷ്ടാവാണെങ്കിലും പരിപാലനപരമാണെങ്കിലും അപ്പോസ്തോലിക ലേഖനങ്ങളോടുള്ള ശുശ്രൂഷയാണെങ്കിലും സുവിശേഷകന്റെ ശുശ്രൂഷയാണെങ്കിലും ക്രിസ്തുവിനോട് അനുഭവത്തിലേക്ക് ദൈവസഭയെ വളർത്തുക. പിന്നെ എങ്ങനെയാണ് അതൊന്നും മാത്രമില്ലാതെ ബാക്കിയെല്ലാം നടക്കുന്നത്? അത് മാത്രം ഒരു യുണീക്ക് കാര്യമാണ്. അത് നടക്കാനാണ് പാട്. അത് നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേണം. ഇന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവല്ല. ഞാൻ നേരത്തെ പറയാനുള്ള കാരണം അതാണ്. ഇത് ലോകത്തിലേക്ക് മാത്രമേ ഇന്ന് നമ്മൾ തിരിച്ചുവിടാൻ ഇവർക്ക് പറ്റുള്ളൂ. ബിക്കോസ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്. ന്യായം ഭയങ്കര വിചിത്രമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഇരിക്കുന്ന ജനത്തിന് പല വിഷയത്തിൽ ഭാരപ്പെടുന്നവരാണ്. അത് സത്യമാണ്. ഈ ശുശ്രൂഷിക്കുന്ന ഞാനാണെങ്കിലും പാസ്റ്ററാണെങ്കിലും എല്ലാവരും ഓരോ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നതാണ്. പക്ഷേ കൃപാവരങ്ങളുടെ ശുശ്രൂഷ അല്ലെ ദൈവം നൽകിയ ശുശ്രൂഷയുടെ പർപ്പസ് അവിടെ പറഞ്ഞിരിക്കുക. പിന്നെ എങ്ങനെയാണ് അത് വിട്ട് ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ഇറങ്ങി ചെല്ലാൻ കഴിയുന്നത്? മാത്രമല്ല ഒരു ദൈവദാസൻ എന്തുമാത്രം പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയും? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ട്രഡീഷണൽ ചർച്ചിൽ നിന്ന് ഒരു പെൺകുട്ടി ഞങ്ങളുടെ ചർച്ചിലേക്ക് മാറി. സാധാരണ അങ്ങനെ വരാറില്ല. നമ്മൾ ഹൈന്ദവ മറ്റ് മാർഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ
മറ്റ് ന്യൂ ജനറേഷൻ കൾട്ടുകളിൽ നിന്നുള്ളവരാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ഫ്രഷ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മുടെ സഭയിലുള്ളത്. പക്ഷേ ഈ ഒരു പെൺകുട്ടി ആ ചർച്ചിൽ നിന്ന്, അവരുടെ സ്വന്തം ചർച്ചിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവരിനി അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ പാസ്റ്റർ അവിടെ ചെന്ന് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ചർച്ച് വിട്ടു പോയത്? അപ്പോൾ ഈ കുട്ടി പറയുന്നത്, എനിക്കൊരു മിഷണറി ആയിട്ട് പോകണമെന്നാണ് ആഗ്രഹം. നമ്മുടെ ചർച്ചിൽ ഇന്ന് വരെ മിഷണറി എന്നൊരു വാക്ക് എൻ്റെ ഇത്രയും കാലത്തിനുള്ളിൽ കേട്ടിട്ടില്ല. വിശദീകരിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് കേട്ടിട്ടില്ല, നീതീകരിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് കേട്ടിട്ടില്ല, സ്വർഗത്തിൽ പോകുന്ന എങ്ങനെയാണെന്ന് കേട്ടിട്ടില്ല, രക്ഷയെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. എപ്പോഴും സങ്കീർത്തനത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും വിടുതൽ എന്നുള്ള ഈ വിഷയങ്ങളുടെ വിടുതൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അന്നേരം പാസ്റ്റർ പറയാണ്, നമ്മുടെ ചർച്ചിലുള്ള അനേകം ആൾക്കാരും വളരെ വേദനയോടെയും ബുദ്ധിമുട്ടോടെയും കരച്ചിലോടെ കൂടിയുമാണ് വരുന്നത്. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനുള്ളൊരു കടമ ഇടയനായി എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, ആശ്വസിപ്പിച്ചോളൂ, പക്ഷെ അവർ സ്വർഗത്തിൽ പോകണ്ടേ? ആശ്വാസം കിട്ടണം, സ്വർഗത്തിൽ പോകണ്ടേ? അപ്പോൾ ഇതെന്താ പറയാത്ത? ഇപ്പോൾ സ്വർഗത്തിൽ പോകുന്ന പറയാത്തൊരു ഇടയൻ ആളുകളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അന്നേരം അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ പറയാണ്, നീ ആ ബൈബിൾ അങ്ങ് മാറ്റി വെച്ചിട്ട് നിന്നെ വളർത്തിയ സഭയെക്കുറിച്ച് ആലോചിക്കുക, നിങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ആലോചിക്കുക. നമ്മൾ എത്ര അങ്ങനെ ആയി അത്. അപ്പം ഈ കുട്ടി ചോദിക്കുകയാണ്, ബൈബിൾ മാറ്റി വെച്ചാൽ പിന്നെ എന്താണ് സംസാരിക്കാനുള്ളത്? അപ്പോൾ ഇതൊരു വലിയ ക്രൈസിസാണ്. അതായത് ജനങ്ങളുടെ ശുശ്രൂഷകരാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷകരല്ല. ദൈവം എന്താ ആഗ്രഹിക്കുന്നുള്ളത്, ജനങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു? ഇതൊരു സാധാന്യമായൊരു കാര്യമാണ്. സോഷ്യൽ ഗോസ്പലായി മാറിയത്. അതായത് മനുഷ്യന്റെ ഈ കാലത്തെ പ്രശ്നങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഐ കോൾ ദാറ്റ് പ്യുവർലി സൈറ്റനിക്. കാരണം കർത്താവ് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പത്രോസ് കൊണ്ട് പറയുന്നു, ശീമോനെ, സാത്താനെ എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ മനുഷ്യനുള്ളത് അത്ര കരുതുന്നത്, ദൈവത്തിനുള്ളതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കാതെ മനുഷ്യരുടെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോൾ ശരിക്കും അത് ദൈവത്തിൻ്റെ അല്ല, സാത്താൻ്റെയാണ്. ഒരു ഇടയൻ എന്ന നിലയിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഫ്രണ്ടിൽ. ഇടയനും വരും, ഉപദേഷ്ടാവിനും ഒക്കെ ആ വിഷയങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ അത് പിന്നെ എവിടെയാണ്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ? തീർച്ചയായിട്ടും ഒരു ഹാൻഡിൽ ചെയ്യണമല്ലോ. ഇപ്പോൾ ബൈബിളിൽ പലയിടത്തും പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതത്തോടുകൂടി അറിയിക്കുക. ബൈബിളിൽ തന്നെ ഈ ആവശ്യങ്ങളും ആശ്വാസങ്ങളും തരുന്നുണ്ട്. ദൈവം നിങ്ങളെ കരുതിക്കൊള്ളൂ, നിങ്ങളുടെ ആവശ്യങ്ങളെ കരുതിക്കൊള്ളൂ. അതുപോലെ എന്ത് കുടിക്കുന്നു വിചാരപ്പെടേണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വയലിലെ താമരയെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോക്കിക്കോളാം, ഭയപ്പെടേണ്ട, ജീവനത്തെക്കുറിച്ച് ഉപജീവനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ബൈബിളിലൊന്ന് നോക്കിക്കേ, ബൈബിളിൽ എത്ര പെർസെൻറ്റേജ് ഇങ്ങനെയുള്ള വാക്യങ്ങളുള്ളത്? ഒരു 5% എന്ന് വിചാരിച്ചോ, ഉപജീവനത്തെ അഡ്രസ്സ് ചെയ്യുന്ന വാക്യങ്ങൾ പുതിയ നിയമത്തിലെ. ഇതാണിന്ന് 100%. ബാക്കിയുള്ള 95% എവിടെ? അതായത് ഒരു ഉപജീവനത്തിൻ്റെ കാര്യത്തിലുള്ള ആശ്വാസം ബൈബിളിലുണ്ട്, പക്ഷേ അത് വളരെ ചുരുക്കം വാക്യങ്ങളിലാണ് അത് പറയുന്നത്. അതുമാത്രമാണ് ഇന്നത്തെ വിഷയം. കാതലായ വിഷയങ്ങൾ വിട്ട് കളഞ്ഞിട്ട് ഈ വിഷയങ്ങളിലേക്ക് മാത്രം പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിലുള്ള വളർച്ചയില്ലാതെ ശൈശവാവസ്ഥയിൽ മാത്രം തുടരുന്നതുകൊണ്ട് എപ്പോഴും ഈ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ അവർ ആഗ്രഹിക്കുന്നതിന് പ്രധാന കാര്യം ദൈവത്തിന് ശുശ്രൂഷിക്കുന്നവരും കൃപാവരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ശുശ്രൂഷിക്കുന്നതും തന്നെയാണ്. തീർച്ചയായിട്ടും ജനത്തെക്കാൾ ഉപരി ശുശ്രൂഷയുള്ളവരാണ് ഈ ദൈവജനത്തെ ക്രിസ്തുവിൻ്റെ ആ വളർച്ചയിലേക്ക് കൊണ്ടുവരാതെ അവരെ ശൈശവാവസ്ഥയിൽ തന്നെ ഇട്ടിരിക്കുന്നു. അത് അവർക്ക് ആവശ്യമാണ്. അതെ, ഇപ്പം നമുക്ക് ഒരു ചർച്ച് എക്കണോമിക്കലി പ്രോസ്പർ ചെയ്യണമെങ്കിൽ അത്യാഗ്രഹികളായ വിശ്വാസികളും ശുശ്രൂഷകരും ഉണ്ടായേ പറ്റൂ. കാരണം അവരുടെ ആ രീതിയിലാണ് വളർച്ച പ്ലാൻ ചെയ്യുന്നവർ. ഇപ്പം കുറച്ച് കുട്ടികൾ വിദേശത്ത് പോകുന്നു, പൈസ സമ്പാദിക്കുന്നു. ഫോറിൻ മണിയാണ് കേരളത്തിൻ്റെ മെയിൻ നട്ടല്ലെന്ന് പറയുന്നത്, NRIs. അപ്പോൾ അതുപോലെ ചർച്ചും NRIs ഒത്തിരിയുള്ള ചർച്ച് ഭയങ്കര ചർച്ചാണ്. അവരുടെ അംബീഷനും അതാണ്, വളരണം, അങ്ങനെ വളരണമെന്നാണ്. അല്ലാതെ ആൾക്കാരില്ലാത്തടത്ത്, സുവിശേഷം ഇല്ലാത്തടത്ത് പോകണം എന്നുള്ളതല്ല. അതെ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുക, മനുഷ്യൻ്റെ രാജ്യം വലുതാക്കുക, അതിൻ്റെ റിസോഴ്സസ് വർദ്ധിപ്പിക്കുക, അതിൻ്റെ നിഴലിൽ അന്ത്യകാലത്ത് വിശ്രമിക്കുക. ആ പണം നൽകുന്ന ആശ്വാസത്തിൽ നമ്മൾ ഒന്ന് ആശ്വസിച്ച് റെസ്റ്റ് ചെയ്യുക. അല്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലോ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലോ ഒന്നും അല്ല സ്വസ്ഥത ലഭിക്കുന്ന ഈ പണം ബാങ്കിൽ കിടക്കുമ്പോഴാണ്. ഇത് തികച്ചും അക്രൈസ്തവമായ ലോകപരമായ മ്ലേച്ഛമായ കാര്യമാണ്, സാത്താന്യമാണ്. ഞാനിതിനെ സാത്താന്യം തന്നെയാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലത്തെ ദൈവസഭ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ക്രൈസിസാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ കഴിയും. അതായത് ദൈവം തൻ്റെ സഭയ്ക്ക് തൻ്റെ പുത്രനെ പോലെ ആയിത്തീരുവാൻ
കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ പലപ്പോഴും അതിൻ്റെ ലക്ഷ്യം തെറ്റി ഈ ലോകത്തിലേക്ക് ജനത്തെ തിരിക്കുന്ന വിധത്തിൽ ആയിത്തീരുന്നത് ദൈവവചന വിരുദ്ധമാണ്. നാം അതിനെ കണ്ടറിഞ്ഞ് കർത്താവിൻ്റെ സഭയിൽ നമ്മളായിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് അനുരൂപതയിൽ വളരുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷകളെല്ലാം ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ.